പ്രിയമുള്ളവരെ, മറ്റം സെൻറ് തോമസ് ഫൊറോന പള്ളിയിലെ മോറിയ പ്രാർത്ഥന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലുള്ള കടലുണ്ടി എൽറൂഹ ധ്യാനം ഇന്ന് അവസാനിക്കുകയാണ്. കഴിഞ്ഞ 22-ാം തീയതി ആരംഭിച്ച ധ്യാനം ഇന്ന് അവസാനിക്കുമ്പോൾ ഇന്നത്തെ ദിവ്യബലിക്കും വചന ശുശ്രൂഷയ്ക്കും എൽറൂഹ ധ്യാനകേന്ദ്ര ഡയറക്ടർ റവറൻഡ് ഫാദർ റാഫേൽ കോക്കാടനച്ചൻ നേതൃത്വം നൽകി. ഇന്ന് എല്ലാവർക്കും തൈലാഭിഷേകവും കൈവെപ്പ് പ്രാർത്ഥനയും നടത്തുകയുണ്ടായി. പ്രാർത്ഥിക്കാം. യോഗ്യമായ നമ്മുടെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കുടുംബപ്രശ്നങ്ങളെ മേഖലകളെ സമർപ്പിക്കുകയും പ്രധാന സമർപ്പണമാണ് നമ്മൾ സമർപ്പിക്കാൻ ഒരാളോട് എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കുവാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണ്. ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദവും ദുസ്സംശയങ്ങളും ഉണ്ടാകുന്നു. ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ദാനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യർ തമ്മിലുള്ള തുടർച്ചയായ വാദകോലാഹലങ്ങളും ഇതിന്റെ ഫലത്തെ കൊണ്ടുപോകുവാനും നമുക്ക് സാധിക്കുകയില്ല. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ ആക്കിയാനായി അവിടുന്ന് വെട്ടിപ്പിടിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെങ്കിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവന് മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യും. Yeah.
നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുന്നു. അവർക്ക് നൽകിക്കൊണ്ട് ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുന്നു. ഒരു പ്രാർത്ഥന ചെല്ലാൻ മാതാവ് പറയുന്നില്ല. അതുകൊണ്ടാണ് പറയുക, മാതാവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളം അത് ജപമാലയല്ല ഉത്തിരിയാണ്. മാതാവിന്റെ സംരക്ഷണത്തിന്റെ അടയാളം അത് ജപമാലയല്ല, വെടിച്ചെയ്യല്ല, അത് ഉത്തിരിയാണ്. കുട്ടികളുടെ തലക്കെട്ടിലിട്ട് കൊടുക്കുക, അവർ പൊട്ടിച്ചറിയും, അതിന് പൊട്ടിപ്പോവും, വീണ്ടെടുത്തില്ല പരവശം ചോദിക്കുകയും പിന്നെ ആ കൊച്ചു കൊടുക്കുന്ന അതൊന്നും ചെയ്യൂല, മാത്രമല്ല അത് പൊട്ടിപ്പോവില്ല. ഇവരുടെ കട്ടിൽ വെക്കുന്നത് ഒരു വർഷത്തെ അധികമായി തോന്നും. അതേ എന്താ അറിയില്ല, ഒരു ശല്യപ്പെടുത്തലോ അങ്ങനെ ഒരു സാധനം കട്ടിൽ കിടക്കുന്നത് പോലും ഒരാൾക്ക് എനിക്ക് പോലും അറിയുമ്പോഴും ഇല്ല. ചിലര് കുത്തികളെ മാത്രം ചോദിച്ചിട്ടൊക്കെ ഉണ്ടാവും, ചിലയോ അതൊക്കെ മാറിപ്പോകും. അത് സ്ഥിരം അതിട്ടുകൊണ്ടിരിക്കുക. പക്ഷെ എന്റെ പറയാം, കർമ്മന ഉത്തിരിയത്തെ പറ്റി നമ്മുടെ പൂർവികർ അനുഭവിച്ചതിന്റെ യാഥാർത്ഥ്യം കേട്ടോ. പൂർവികരെ പറ്റി ചിന്തിക്കുക. നമ്മുടെ കർമ്മന ഉത്തിരിയത്തെ പറ്റി പൂർവികർ എന്താ പറയാറ്? കർമ്മന ഉത്തിരിയം എപ്പോഴും ഭക്തിയോടെ ധരിച്ചാൽ നല്ല മരണം കിട്ടും, ദുർമരണത്തിൽ നിന്ന് സംരക്ഷണം കിട്ടും എന്നാണ്. നല്ല മരണം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ ആത്മാവ് മരിക്കുന്ന സമയത്ത് വരപ്രസാദാവസ്ഥയിലാണ് എന്നാണ്. ദുർമരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മരിക്കുന്ന സമയത്ത് അയാളുടെ ആത്മാവ് വരപ്രസാദാവസ്ഥയിൽ അല്ല എന്നാണ്. നമ്മുടെ പ്രശസ്തമായ ഒരു പ്രാർത്ഥന, യൂതന്മാരുടെ രാജാവായ നസറായനായ ഈശോയെ ഒരിക്കലുമില്ലാത്ത പെട്ടെന്നുള്ള ദുർമരണത്തിൽ തന്നെ കാത്തുകൊള്ളണമേ എന്നാണല്ലോ. ഇരിക്കുന്നവര് ഒരിക്കലും നിരത്തി പോവില്ല. മാത്രമല്ല, ഈ ഭൂമിയിലായിരിക്കുമ്പോ എല്ലാവിധ പൈശാചിക ആക്രമണങ്ങളിൽ നിന്നും ഞാൻ അവർക്ക് സംരക്ഷണം തരും. ഓക്കെ, ഈ വ്യക്തിയെ കഴിച്ചിട്ട് നല്ല പ്രാർത്ഥന ചെല്ലുമ്പോൾ അങ്ങനെ ഇല്ല. ഒരു അകടജമാല ചെല്ലാലോ, കുരിശിന്റെ വഴി ചെല്ലാലോ, തുല്യമാ സംഗീതത്തിൽ ചെല്ലാലോ, ഒന്നും പറയുന്നില്ല. അതാണ് ഈ വെളിപ്പെടുത്തലിന്റെ ഏറ്റവും വലിയ കുറ്റം. വിളിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാർക്ക് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കില്ല അത്. ഞാൻ അവരുടെ കർത്താവായിട്ടും എന്റെ ഉടമ്പടി അവർ ലംഘിച്ചു. കർത്താവ് ചെയ്തു. ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും.
ഞാൻ എന്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കുകയും അവരുടെ ഹൃദയത്തിൽ എഴുതും. മനസ്സില് ഉള്ളില് എന്റെ അപ്പച്ചന്റെ ജോലിക്കാരൻ അപ്പനെ കുറിച്ച് പഠിച്ചു വരുമ്പോ അമ്മ കരയും, കരം വിളിക്കും, ചീത്ത പറയും. അപ്പൊ അപ്പച്ചൻ എപ്പോഴും പറയുന്നത് 10 രൂപയോ പോയിട്ടോ. ഇത് പുതിയ പഠിക്കുന്ന കാലഘട്ടമാണ്. നിന്റെ ഉള്ളിൽ നേരെ ഏതാ ശരി ഏതാ തെറ്റെന്ന് ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിന്റെ അച്ഛൻ പ്രസംഗിച്ച 5 ദിവസം പറഞ്ഞേ പ്രേമം പാപമാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രേമിക്കുന്നവർ അത് മറച്ചു വയ്ക്കും. കാരണം അവരുടെ ഉള്ളിനുള്ളിൽ ഏതൊരു അദൃശ്യ ശക്തിയോട് പറയുന്നുണ്ട് അത് തെറ്റാണ്, 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 ചെയ്യരുത്, ചെയ്യരുത്. ഉള്ളിനുള്ളിൽ എവിടുന്നോ ഒരു ശക്തമായ ഒരു പ്രേരണ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അത് ഈ പുതിയ ഉടമ്പടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവി പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങളൊരു ഒത്തിരി പ്രചാരകരായി തീരുക. ഒത്തിരി പ്രചാരകരെ മാതാവ് അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്. ഒത്തിരി പ്രചരിപ്പിക്കുന്നവരെ മാതാവ് ആരും വലിയൊരു എന്തുമാത്രം ആത്മാക്കളെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുന്നറിയോ? എത്ര ആത്മാക്കളെ നമുക്ക് നിത്യനാശത്തിന് വീണ്ടെടുക്കാൻ പറ്റുന്നറിയോ? ഒരു ഒത്തിരിയെ നീക്കുന്നതിലൂടെ. അപ്പൊ നമ്മൾ പ്രചരിപ്പിക്കുന്നു. നിങ്ങൾ പ്രചരിപ്പിക്കണമെങ്കിൽ ഈ അച്ഛനല്ല, നിങ്ങൾ പ്രചരിപ്പിക്കും. പോവുക, പറയുക. ഒരാൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഈ പുസ്തകം വഴി കൈവച്ചോ അങ്ങനെ അച്ഛന്മാരെ എതിർപ്പൊക്കെ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഇതാണ് കാണിച്ചു കൊടുക്കുക. ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങൾ നിലനിൽക്കുന്നു. അതിനാൽ മറ്റാരും നിങ്ങൾ പഠിപ്പിക്കേണ്ടി വരില്ല. അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെ പറ്റി നിങ്ങൾ പഠിപ്പിക്കും. വീണ്ടും 2 പഴയ നിഗൂഢ കാര്യങ്ങൾ നീ ശരിയാണെന്ന് ചിന്തിച്ചതൊക്കെ തെറ്റാണെന്നോ തെറ്റാണെന്ന് ചിന്തിച്ചതൊക്കെ ശരിയാണെന്നൊക്കെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തും. 2 1 മുതൽ മനുഷ്യൻ ഞങ്ങൾ വീണ്ടും ആത്മപ്രശംസ ചെയ്യുകയാണോ? മറ്റു ചിലർക്ക് എന്നതുപോലെ ഞങ്ങൾക്ക് നിങ്ങളുടെ പേർക്കോ നിങ്ങളിൽ നിന്നോ ശിവാസനകൾ ആവശ്യമുണ്ടോ? ഞങ്ങളുടെ ഹൃദയങ്ങൾ എഴുതപ്പെട്ടതും സകല മനുഷ്യരും അറിയുകയും വായിക്കുകയും ചെയ്യുന്നതുമായ ഞങ്ങളുടെ ശിവാസനത്ത് നിങ്ങളുടേതാണ്. മഷി കൊണ്ടല്ല, ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവുകൊണ്ട്, കൽപ്പന കൊണ്ടല്ല, മനുഷ്യന്റെ ഹൃദയമതങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിന്റെ ലിഖിതമാണ് നിങ്ങളെന്ന് വ്യക്തമാണ്. ആശീർവദിച്ച് പ്രാർത്ഥിച്ചു കഴിക്കുക. ഗാന്ധിന്റെ നാട്ടില് ഭക്ഷണത്തെ ആസ്വദിക്കുന്നത് പ്രാർത്ഥിച്ചു കഴിച്ചോളൂ. പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിയുമ്പോൾ ആസ്വദിച്ച് കഴിക്കുക, അത് നോക്കി കഴിക്കുക. അങ്ങനെയുള്ള സംഭവം എല്ലാം മനസ്സിലാക്കി കഴിക്കുന്നതൊക്കെ ഭാവിയിൽ നമുക്ക് വളരെ നന്നായി. പിന്നെ വലിയ തേൻ കഴിക്കുക, നന്നാമം കുടിക്കുക, അതൊക്കെ എപ്പോഴും ഒരു വിശ്വാസത്തോടെ കഴിയുമ്പോൾ ഇതിനൊക്കെ വലിയ ശക്തിയുണ്ട്. അതൊക്കെ നമുക്ക് ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ടല്ല മക്കൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. ആദ്യം നമുക്ക് രാജ്യം രീതി അന്വേഷിക്കുക, ബാക്കിയൊക്കെ കൂട്ടിച്ചേർക്കപ്പെടും. ശരിയാ? ആ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോ സത്യസഭ ഏതാണ്, വീണ്ടും ചെയ്യാൻ പറ്റോ, പ്രേമം പാപമാണോ, ഓരോ കാര്യങ്ങളും വിഗ്രഹാത്മക ഭക്ഷണം കൂട്ടി സെക്കൻഡ് അത് എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ അത്യുന്നതനാണ്. അവൻ അപരാധി ആശ്വസിച്ചുകൊണ്ടും ആകാശം ഭൂമിയിൽ അവകാശം നിന്റെയുള്ള ശത്രുക്കളിൽ അപരാധ ഈ സാമ്പത്തിക കൂടി ആത്മീയ മേഖലകളെ ആസ്വദിക്കുന്നു. ഇപ്പോൾ എന്നെങ്കിലും
ഈശോയുടെ കരം കൊടുത്ത് വലിയ വലിയ ശുശ്രൂഷകൾ ലോകത്തിന്റെ എല്ലാ അതിർത്തികളിലും നടക്കുവാൻ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ആമേൻ.